നമസ്കാരം, ഇക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും കേൾക്കുന്ന ഒരു വാക്കാണ് സിപ്പ് അഥവാ SIP. ചായക്കടയിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ എന്താണ് SIP? ഇതുകൊണ്ട് നമുക്ക് വല്ല ഗുണവുമുണ്ടോ? നമുക്കൊരു കഥയിലൂടെ തന്നെ തുടങ്ങാം. രവി ഒരു സാധാരണ ശമ്പളക്കാരനാണ്. മാസാവസാനം കയ്യിലൊരു 3000 രൂപ ബാക്കി വരും. പണ്ട് രവി ഇത് ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ഇടുമായിരുന്നു. അവിടെ കിടന്ന് ആ പണത്തിന് വലിയ മാറ്റമൊന്നും വന്നില്ല. ഒരു ദിവസം രവിയുടെ സുഹൃത്ത് സിപ്പിനെ കുറിച്ച് പറഞ്ഞു. രവി ആലോചിച്ചു, വെറുതെ ബാങ്കിൽ ഇടുന്നതിനേക്കാൾ നല്ലതല്ലേ ഇതെന്ന്. അങ്ങനെ രവി മാസം 3000 രൂപ വീതം മാറ്റിവെക്കാൻ തീരുമാനിച്ചു. ഇവിടെയാണ് രവിയുടെ സമ്പാദ്യശീലം മാറുന്നത്. കൃത്യമായ ഇടവേളകളിൽ പണം മാറ്റിവെക്കുന്ന രീതിയാണിത്. SIP എന്നാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നാണ്. ഇത് കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ബാങ്കിലെ RD പോലെ തന്നെയാണിത്. പക്ഷെ പണം പോകുന്നത് മ്യൂച്വൽ ഫണ്ടുകളിലേക്കാണ്. ബാങ്കിനേക്കാൾ കൂടുതൽ ലാഭം കിട്ടാൻ സാധ്യതയുമുണ്ട് ഇവിടെ. ഇതൊരു ലളിതമായ സമ്പാദ്യ രീതിയാണെന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. പലർക്കുമുള്ള പേടിയാണ് ഇതെങ്ങനെ തുടങ്ങും എന്നത്. വലിയ നൂലാമാലകളൊന്നുമില്ല എന്നതാണ് സത്യം. ആദ്യം തന്നെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങണം. ഇതിനായി ഗ്രോ, സിറോദ കോയിൻ അല്ലെങ്കിൽ Paytm മണി പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കാം. KYC പൂർത്തിയാക്കാൻ പാൻ കാർഡും ആധാർ കാർഡും മാത്രം മതി. ബാങ്ക് വിവരങ്ങൾ കൂടി നൽകിയാൽ അക്കൗണ്ട് റെഡിയായി. അക്കൗണ്ട് തുടങ്ങിയാൽ പിന്നെ ഏത് ഫണ്ട് വേണമെന്ന് തീരുമാനിക്കണം. തുടക്കക്കാർക്ക് എപ്പോഴും നല്ലത് ഇൻഡെക്സ് ഫണ്ടുകളാണ്. രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനികളിലാണ് ഇത്തരം ഫണ്ടുകൾ പണമിടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ റിസ്ക് പേടിക്കാനില്ല. സുരക്ഷിതമായ ഒരു തുടക്കമായിരിക്കും ഇത്. നിങ്ങൾക്കിഷ്ടമുള്ള ഒരു തുക തിരഞ്ഞെടുക്കും. വെറും 500 രൂപയിൽ പോലും SIP തുടങ്ങാൻ പറ്റും. വലിയ തുക തന്നെ വേണമെന്ന് നിർബന്ധമില്ല. മാസം തോറും ഒരു നിശ്ചിത തീയതി സെറ്റ് ചെയ്യണം. നിങ്ങളുടെ ശമ്പളം വരുന്ന ദിവസം തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ പണം ചിലവാക്കി പോകാതെ കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യപ്പെടും. ഇനി എന്തിലാണ് പണം ഇടേണ്ടതെന്ന് നോക്കാം. മാർക്കറ്റിൽ പലതരം മ്യൂച്വൽ ഫണ്ടുകൾ ലഭ്യമാണ്. ഇൻഡെക്സ് ഫണ്ടുകൾ സ്ഥിരതയുള്ള ലാഭം നൽകാൻ സഹായിക്കും. വലിയ കമ്പനികളിൽ പണമിടാൻ ലാർജ് ക്യാപ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കാം. ഇനി എല്ലാത്തരം കമ്പനികളിലും പണം വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ നോക്കാം. തുടക്കത്തിൽ അധികം റിസ്ക് ഉള്ള ഫണ്ടുകൾ ഒഴിവാക്കുന്നതാണ് ബുദ്ധി. എത്ര രൂപ നിക്ഷേപിക്കണമെന്നത് നിങ്ങളുടെ വരുമാനത്തെ ആശ്രയിച്ചിരിക്കും. സാധാരണയായി വരുമാനത്തിന്റെ 10-20% മാറ്റിവെക്കാം. 5000 രൂപ മാറ്റിവെക്കാൻ ഇല്ലെങ്കിലും സാരമില്ല. 500 രൂപയിൽ തുടങ്ങിയാലും ഇത് ഭാവിയിൽ വലിയ തുകയാകും. സ്ഥിരതയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ മാസം 2000 രൂപ വീതം 15 വർഷം മാറ്റിവെച്ചെന്ന് കരുതുക. ഏകദേശം 10 മുതൽ 12 ലക്ഷം രൂപ വരെയാകാൻ സാധ്യതയുണ്ട്. ചെറിയ തുക വലിയ സമ്പാദ്യമാകുന്നത് ഇങ്ങനെയാണ്. എത്ര കാലം നിക്ഷേപിക്കണം എന്നതിലാണ് ഇതിന്റെ വിജയം ഇരിക്കുന്നത്. ചുരുങ്ങിയത് 5 വർഷമെങ്കിലും സമയം നൽകണം. 10 അല്ലെങ്കിൽ 15 വർഷം നിൽക്കുകയാണെങ്കിൽ മികച്ച റിസൾട്ട് കിട്ടും. ഇതിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. അതായത് നിങ്ങളുടെ ലാഭത്തിന്മേൽ വീണ്ടും ലാഭം കിട്ടുന്ന രീതി. സമയം കൂടുന്തോറും പണം വളരുന്ന വേഗതയും കൂടും. പെട്ടെന്ന് പണം പിൻവലിക്കുന്നത് ലാഭം കുറയാൻ കാരണമാകും. പണം എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാൻ നമുക്ക് അധികാരമുണ്ട്. പക്ഷെ ഒരു ലക്ഷ്യം മുൻനിർത്തി പിൻവലിക്കുന്നതാണ് ബുദ്ധി. കുട്ടികളുടെ പഠനം, വീട് പണി അല്ലെങ്കിൽ റിട്ടയർമെന്റ്, ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം പണം എടുക്കുക. 5 വർഷത്തിന് മുൻപ് പിൻവലിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ എല്ലാവരും പേടിക്ക് വരും. രവിയുടെ കാര്യത്തിലും ഇത് സംഭവിച്ചു. രവി ഇട്ട 50,000 രൂപ ഒരു മാസം 42 കുറഞ്ഞു. രവി പേടിച്ച് SIP നിർത്താൻ ആലോചിച്ചു. പക്ഷെ ശരിക്കുള്ള ലാഭം ഇവിടെയാണ് ഇരിക്കുന്നത്. മാർക്കറ്റ് കുറയുമ്പോൾ നമുക്ക് കൂടുതൽ യൂണിറ്റുകൾ കിട്ടും. വില കുറവുള്ളപ്പോൾ സാധനങ്ങൾ വാങ്ങുന്നത് ലാഭമല്ലേ? അതുപോലെ തന്നെയാണിത്. പിന്നീട് മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ ഈ യൂണിറ്റുകൾ വലിയ വില കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ ലാഭം ഇരട്ടിയാകുകയും ചെയ്യും. അതുകൊണ്ട് മാർക്കറ്റ് ഇടിയുമ്പോൾ SIP നിർത്തരുത്. അതൊരു സുവർണ അവസരമായി കാണണം. നമുക്ക് ചില കണക്കുകൾ കൂടി നോക്കാം. രവി മാസം 3000 രൂപ വീതം 15 വർഷം നിക്ഷേപിച്ചാൽ മൊത്തം മുടക്കുന്നത് 5.4 ലക്ഷം രൂപയാണ്. മാർക്കറ്റ് അനുസരിച്ച് ഇതിന്റെ മൂല്യം 12 മുതൽ 15 ലക്ഷം രൂപ വരെയാകാം. ഇതാണ് SIPന്റെ കരുത്ത്. ചെറിയ തുക കൊണ്ട് വലിയ സ്വപ്നങ്ങൾ കാണാൻ ഇത് സഹായിക്കും. ചുരുക്കത്തിൽ SIP എന്നത് ഒരു കുറുക്കു വഴിയല്ല. ഇതൊരു അച്ചടക്ക നിക്ഷേപ രീതിയാണ്. ചെറുതായി തുടങ്ങുക, അത് മുടങ്ങാതെ കൊണ്ടുപോവുക. മാർക്കറ്റിലെ ഉയർച്ച താഴ്ചകൾ കണ്ട് പേടിക്കാതെ ക്ഷമയോടെ കാത്തിരിക്കുക. ഭാവിയിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ നിങ്ങളെ ഇത് സഹായിക്കും. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപങ്ങൾ വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ദയവായി നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായി സംസാരിക്കുക. നന്ദി.